ഗുഡ് മോർണിംഗ്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടുള്ള കൺക്ലൂഷൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിലെ ഒന്നാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വൺ ആണ് സർവേ. നമുക്കറിയാം സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ക്വസ്റ്റ്യനറി യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഡാറ്റ കളക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറ്. ഓക്കെ, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് വളരെ സാമ്പിൾ സൈസ് വളരെ കൂടുതലാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് സർവേ മെത്തേഡ്. നമ്മൾ പഠിച്ചു. ഒബ്സർവേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? ഈ സർവേ മെത്തേഡ് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ സർവേ മെത്തേഡിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സർവേ. നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ സർവേ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഗവൺമെൻറ്, പ്ലാനേഴ്സ് ഓർ ബിസിനസ് എൻ്റർപ്രൈസസ്. അതായത് നമ്മൾ ഈ രീതിയിൽ സർവേ ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഒരു റിസൾട്ട് ഫൈൻഡിങ്സ് ആയിട്ട് റിപ്പോർട്ട് പോലെ സബ്മിറ്റ് ചെയ്യുമല്ലോ. അതൊക്കെ ഗവൺമെൻറ് അതോറിറ്റികൾക്കും അതുപോലെ പ്ലാനേഴ്സ് മീൻസ് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കുന്ന ഡിസിഷൻ മേക്കേഴ്സിനും ബിസിനസ് എൻ്റർപ്രൈസസിനും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ റിസർച്ച് കഴിയുകയും ചെയ്യും. അതുപോലെ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത സർവേ ഡീറ്റെയിൽസൊക്കെ ഇവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. ടു എക്സ്പ്ലെയിൻ ആൻഡ് ഫിനോമിന. നമ്മൾ ഇന്നലെ മീനിങ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സർവേ മെത്തേഡ് എപ്പോഴാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക? നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫാക്ട് ഫൈൻഡിങ് ഉണ്ടെങ്കിൽ, നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഈ സർവേ മെത്തേഡാണ്. കാരണം അതിലാണ് നമുക്ക് ഓരോ റെസ്പോണ്ടൻസിൻ്റെയും ഒപ്പീനിയൻസും ആറ്റിറ്റ്യൂഡും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു ഫിനോമിന കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ഏതിൽ കൂടി നടത്താൻ പറ്റുള്ളൂ? ഈ സർവേ മെത്തേഡിൽ കൂടി നമുക്കത് സാധ്യമാവുള്ളൂ. Then to make comparison of demographic group. നമ്മളിപ്പോൾ സർവേ ഒക്കെ നടത്തുമ്പോൾ ഓരോ ഡെമോഗ്രഫിക് ഏരിയയിലുള്ള നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് അതിലത്തെ ആൾക്കാരുടെ സ്റ്റഡിയാണ് നടത്തുക. അപ്പോൾ നമുക്ക് കുറച്ചധികം സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ഒപ്പീനിയനും ആറ്റിറ്റ്യൂഡും അതേപോലെ ബിഹേവിയറും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ടു മേക്ക് കമ്പാരിസൺ ഓഫ് ഡെമോഗ്രഫിക് ഗ്രൂപ്പ്. To know cause and effect relationship which is useful for making predictions. അതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ വരുന്ന വാരിയബിൾസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു നിർത്തിയ ഒബ്സർവേഷൻ മെത്തേഡിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക ഈ സർവേ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു നോ ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പ്രഡിക്ഷൻസ്. ഓക്കെ, ഇങ്ങനെ 4 ഒബ്ജക്റ്റീവ്സ് ആണ് സർവേ മെത്തേഡിനുള്ളത്. നമ്മൾ കളക്ട് ചെയ്യുന്ന സർവേ ഡാറ്റ പല ഏജൻസികൾക്കും വളരെയധികം യൂസ്ഫുൾ ആണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സർവേ മെത്തേഡ് ഉപയോഗിക്കാം. ദെൻ ഡെമോഗ്രഫിക് ഗ്രൂപ്പ്സിൻ്റെ കമ്പാരിസൺ നടത്താനും വാരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ സർവേ മെത്തേഡ്, ഇതൊക്കെയാണ് മെയിനായിട്ടും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് സർവേ. ഈ സർവേയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട ടൈപ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് മെത്തേഡ്സ് പഠിക്കേണ്ട. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ടും തെറ്റരുത്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സർവേ ആണ്. നമ്മൾ ഓൾറെഡി മുമ്പ് എപ്പോഴോ പഠിച്ചിട്ടുണ്ട് ക്രോസ് സെക്ഷണൽ സർവേസും ലോങ്കിറ്റ്യൂഡിനൽ സർവേസും. നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നും കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുള്ളൂ. ക്രോസ് സെക്ഷണൽ സർവീസ് ആൻഡ് ലോങ്കിറ്റ്യൂഡിനൽ survey. Cross-sectional survey. These are used to gather information on a population at a single point in time. It is used to determine the relationship between two factors. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ആ ഒരു പീരീഡിലത്തെ ഡാറ്റ മാത്രമാണ് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊല്ലം എടുത്തു, ആ ഒരു കൊല്ലത്തെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ ഏതിലെ ലോങ്ങിറ്റ്യൂഡിനൽ സർവേയിൽ. ഇത് മെയിനായിട്ടും നമ്മൾ എടുത്ത
ടോപ്പിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ഓഫ് സർവേ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു കമ്പാരിറ്റീവ് പേർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സർവേ ആയിട്ട് വരുന്നത്, ക്രോസ് സെക്ഷണൽ സർവേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലുള്ള ഡാറ്റ കളക്ഷൻ മാത്രമേ ഇതിൽ നടത്തുന്നുള്ളൂ. Second one is longitudinal survey. It gathers data over a period of time. It is used to analyze the changes in the population and attempts to describe or to explain them. നമ്മൾ ഒരു കുറേ പീരീഡിലത്തെ ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പല പീരീഡുകളിലത്തെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർവേ നടത്തുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോങ്കിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. ഇറ്റ് ഗ്യാദർ ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമ്മളൊരു കാലഘട്ടത്തിലത്തെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലത്തെ ഡാറ്റ മാത്രമല്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. സേ ഫോർ 5 years or 10 years അങ്ങനെ ഒരു റേഞ്ച് ഓഫ് ഇയേഴ്സിലത്തെ ഡാറ്റ ആണ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് ലോങ്കിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ ലോങ്കിറ്റ്യൂഡിനൽ സർവേ ആണ് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡിയിൽ വരുന്ന ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. സപ്പോസ് ഇപ്പോൾ 5 കൊല്ലത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ വർഷത്തിനേക്കാൾ അതിൻ്റെ ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ ആ കമ്പനിയുടെ സെയിൽസ് കൂടിയോ കുറഞ്ഞോ അങ്ങനെ ഒരു 5 വർഷങ്ങളിലത്തെ ഡാറ്റ നമുക്ക് നോക്കുമ്പോൾ അവർക്ക് ഇൻക്രീസിങ് ട്രെൻഡാണോ ഡിക്രീസിങ് ട്രെൻഡാണോ സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് സ്റ്റഡി നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ലോങ്കിറ്റ്യൂഡിനൽ സർവേ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമുകളിലത്തെ നമുക്ക് അവരുടെ ചേഞ്ചസ് മെഷർ ചെയ്യാനും ഒരു കമ്പാരിറ്റീവ് പർപ്പസും കമ്പാരിസണും നമുക്ക് നടത്താനായിട്ട് പറ്റും. ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് ഓർ എക്സ്പ്ലെയിൻ ദം. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാം. ബട്ട് അത് റീസൺ ഫോർ ദിസ് ചേഞ്ച്. ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, എന്തെല്ലാമാണ് അത് കൂടാനുള്ള കാരണമുണ്ടായത്. ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുക, അപ്പോൾ എന്തെല്ലാമാണ് കുറയാനുള്ള കാരണമുണ്ടായത് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രോസ് സെക്ഷണൽ സർവേയിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലുള്ള ഡാറ്റ മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ ആ ഫാക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് പീരീഡിലത്തെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഫാക്ടേഴ്സിലുണ്ടായ ചേഞ്ചസ് ഈ കാലഘട്ടത്തിൽ അതിലുണ്ടായ ചേഞ്ചസ് നമുക്ക് മെഷർ ചെയ്യാം. ബട്ട് അത് റീസൺ ഫോർ ദാറ്റ് ചേഞ്ചസ് നമുക്ക് നോക്കാം. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താനായിട്ട് പറ്റും. The 3 types of longitudinal surveys are trend study, cohort study and panel studies. ഈ longitudinal surveyനെ വീണ്ടും നമുക്ക് 3 ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം. ട്രെൻഡ് സ്റ്റഡീസ്, കൊഹോർട്ട് സ്റ്റഡി ആൻഡ് പാനൽ സ്റ്റഡി. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞ ആ ലോങ്കിറ്റ്യൂഡിനൽ സർവേയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The first one is trend studies. Researchers conducting trend surveys are interested in how people's tendency change over time. നമുക്കറിയാം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാറ്റങ്ങൾ. അപ്പോൾ ഈ ട്രെൻഡ് സ്റ്റഡിയിൽ എന്തായിരിക്കും നമ്മൾ നടത്തുന്നുണ്ടാവുക, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും അല്ലെങ്കിൽ ഓരോ റെസ്പോൺസിൻ്റെയും ട്രെൻഡ് എങ്ങനെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണേ എന്ന് സ്റ്റഡി നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേ ആണ് ഈ ട്രെൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ കൊല്ലം കഴിയും തോറും ആൾക്കാരുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും പ്രിഫറൻസസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ചേഞ്ചസ് സ്റ്റഡി ചെയ്യണം. നമ്മൾ BNMൽ ട്രെൻഡ് അനാലിസിസ്, BNMലുള്ള QTയിൽ നിങ്ങൾ ട്രെൻഡ് അനാലിസിസ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, നമ്മൾ ഓരോ വർഷങ്ങളിലെയും ലാസ്റ്റ് 5 year അല്ലെങ്കിൽ 5 year മൂവിങ് ആവറേജ് കാണാറുണ്ട്, അല്ലെങ്കിൽ 7 year മൂവിങ് ആവറേജ് കാണാറുണ്ട്. അതൊക്കെ എന്തിനാണ്, കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് എൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 വർഷത്തെയും ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് തന്നെയാണ് ലോങ്കിറ്റ്യൂഡിനൽ സർവേയിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ മീനിങ് പഠിച്ചത് അതൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് പീരീഡിലത്തെ ഡാറ്റ മാത്രമല്ല കളക്ട് ചെയ്യുന്നത്, ഒരു റേഞ്ച് ഓഫ് ഇയേഴ്സിലത്തെ ഡാറ്റ കളക്ഷനാണ് നമ്മൾ ലോങ്കിറ്റ്യൂഡിനൽ സർവേയിൽ നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഒരു സബ് ടൈപ്പായ ഈ ട്രെൻഡ് സ്റ്റഡിയിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ദേ സ്റ്റഡി
ഹൗ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ചേഞ്ചിങ് ഓവർ പീരീഡ് ഓഫ് ടൈം. നമ്മൾ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടെൻഡൻസി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്ത ആ പീരീഡിൽ എങ്ങനെയാണ്, പോസിറ്റീവ് ചേഞ്ച് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ചേഞ്ച് ആണോ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പ്രൊഡക്റ്റിന് ഫസ്റ്റത്തെ കൊല്ലം നല്ല ഡിമാൻഡ് ആയിരുന്നു, രണ്ടാമത്തെ കൊല്ലം ഡിമാൻഡ് കുറഞ്ഞു, ലാസ്റ്റ് 5 ഇയർ ആകുമ്പോഴേക്കും തീരെ ഡിമാൻഡ് ഇല്ലാണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിനോടുള്ള ടേസ്റ്റും പ്രിഫറൻസസും ആൾക്കാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ട്രെൻഡ് സ്റ്റഡി. ദ റിസർച്ചർ കമ്പൈൻ ഡാറ്റ ഫ്രം സെവറൽ സ്റ്റഡീസ് ഓഫ് ദി പോപ്പുലേഷൻ ഇൻ ഓർഡർ ടു ഷോ എ ട്രെൻഡ്. നമ്മൾ എന്ത് ചെയ്യണം, പല കൊല്ലങ്ങളിലും പല സ്റ്റഡീസും ഇൻകോർപ്പറേറ്റ് ചെയ്താലേ നമുക്ക് എന്ത് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ, ട്രെൻഡ് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ റിസർച്ചർ കമ്പൈൻ ഡാറ്റ ഫ്രം സെവറൽ സ്റ്റഡീസ് ഓഫ് ദി പോപ്പുലേഷൻ ഇൻ ഓർഡർ ടു ഷോ എ ട്രെൻഡ്. റിസർച്ചർ എന്ത് ചെയ്യണം, ആ നമ്മൾ സെലക്ട് ചെയ്ത ആ കൊല്ലങ്ങളിലത്തെ പല റിസർച്ച് സ്റ്റഡീസും കമ്പൈൻ ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട്. അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ലോങ്കിറ്റ്യൂഡിനൽ സർവേ പറയുന്നത് ട്രെൻഡ് സ്റ്റഡി. Second one is cohort study. In a cohort study, the researcher identifies some category of people that are of interest and then regularly survey people who fall into that category. The same people do not necessarily participate from year to year. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ നമ്മളൊരു ഡിഫറെൻറ്റ് പീരീഡിലത്തെ ഡാറ്റ കളക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാറ്റഗറി, ഇപ്പോൾ സപ്പോസ് ഞാൻ സെലക്ട് ചെയ്ത പോപ്പുലേഷൻ എന്ന് പറയുന്നത് MD കോളേജിലത്തെ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ ബാച്ച്, അതായത് 2019-22 അതാണ് നിങ്ങളുടെ ബാച്ച്. ആ 1922 ബാച്ചിലത്തെ സ്റ്റുഡൻസിനെയാണ് ഞാൻ എൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനൊരു കൊഹോർട്ട് സ്റ്റഡിയാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതാ വർഷം 2021 ഞാനൊരു സ്റ്റഡി നടത്തി. ആ ബാച്ചിൽ നിന്ന് BBA പിള്ളേർ മാത്രമല്ല, മൊത്തം നിങ്ങളുടെ ബാച്ചിലത്തെ ഡിഫറെൻറ്റ് കോഴ്സുകളിൽ പഠിക്കുന്ന കുറച്ച് പേരെ ഞാൻ സെലക്ട് ചെയ്തു. സപ്പോസ് ഞാൻ എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ സെലക്ട് ചെയ്തത് BBA സ്റ്റുഡൻസിനെയാണ്. 2019-22 ബാച്ചിലത്തെ BBA സ്റ്റുഡൻസിനെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, അവരിൽ നിന്ന് ഞാൻ ഡാറ്റ കളക്ട് ചെയ്തു. എന്ന് 2021 ഞാൻ ഡാറ്റ കളക്ട് ചെയ്തു. ദെൻ 2022 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഒരു ഡാറ്റ കളക്ഷൻ നടത്തണം. നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടാവും, എന്നാലും നിങ്ങളുടെ ഡാറ്റാബേസ് വെച്ചിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളായിരുന്നു ഞാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്നത് BBA സ്റ്റുഡൻസ് ആവില്ല, BCom-കാരെയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാം രണ്ടാമത്തെ കൊല്ലം. ദെൻ മൂന്നാമത്തെ കൊല്ലം ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഇതേ സെയിം സ്റ്റഡി ഞാൻ നടത്താൻ പോവുകയാണ്. പക്ഷെ സെലക്ട് ചെയ്തത് BA എക്കണോമിക്സുകാരെ ആയിരിക്കും. 4th ഇയർ ഞാൻ ഫിസിക്സുകാരെ സെലക്ട് ചെയ്യുന്നു, 5th ഇയർ ഞാൻ മാത്സുകാരെ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് BCA-ക്കാരെ സെലക്ട് ചെയ്യുന്നു. ഞാൻ എന്ത് മാറ്റുന്നില്ല, പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് മാറ്റുന്നില്ല, പക്ഷെ സാമ്പിൾസ് ചേഞ്ച് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പീരീഡുകളിൽ ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കൊഹോർട്ട് സ്റ്റഡി. ഇൻ എ കൊഹോർട്ട് സ്റ്റഡി ദ റിസർച്ചർ ഐഡൻറ്റിഫൈ സം കാറ്റഗറി ഓഫ് പീപ്പിൾ ദാറ്റ് ആർ ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ കുറച്ചാളെ കണ്ടുപിടിച്ചു. എന്താ ഞാൻ കണ്ടുപിടിച്ച, MD കോളേജിലെ 2019-22 ബാച്ച് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ റെഗുലർലി സർവേ പീപ്പിൾ who fall into that category. ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് റെഗുലർലി എന്ന് വെച്ചാൽ ഒരു പീരീഡ് വെച്ചിട്ട് ഞാൻ ഓരോ വർഷം, അതാണ് ഞാൻ ഫിക്സ് ചെയ്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓരോ വർഷം ഇപ്പോൾ 12 months കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത സർവേ ചെയ്യുന്നു. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. ദ സെയിം പീപ്പിൾ ഡു നോട്ട് നെസസറിലി പാർട്ടിസിപ്പേറ്റ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും ഒരേ ആൾക്കാർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിർബന്ധമില്ല. കാരണം അടുത്ത് പറയാൻ പോകുന്ന മെത്തേഡിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കും. ഓക്കെ, അപ്പോൾ കൊഹോർട്ട് സ്റ്റഡിയിൽ നമുക്ക് എന്തായാൽ മതി, സെയിം പോപ്പുലേഷൻ ആയാൽ മതി, സാമ്പിൾ സെയിം ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളിലായിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓരോരോ ബാച്ചിൽ മാറി മാറി എടുത്തിട്ട് ഒരു 10 കൊല്ലത്തേക്ക് ഞാൻ 2021 സ്റ്റാർട്ട് ചെയ്ത് 31 വരെ ഈ സംഭവം തുടങ്ങുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊഹോർട്ട് സ്റ്റഡി. ഓക്കെ, the third one is panel study. In a panel study, the same people do participate in survey each time it is administrated. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. MD കോളേജിൽ 2019-22 ബാച്ചിലത്തെ അതാണ് നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ കൊല്ലം BBA-ക്കാർ എടുത്തു, രണ്ടാമത്തെ കൊല്ലം BBA തന്നെ എടുത്തു, സെയിം സാമ്പിളിനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഏതിലെ,
പാനൽ സ്റ്റഡിയിൽ. എന്നാലും ചില വേരിയേഷൻ ഉണ്ടാവില്ലേ. ഇപ്പം നിങ്ങളോട് ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ആയിരിക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും. അടുത്ത കൊല്ലം അതിനേക്കാളും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പാനൽ സ്റ്റഡിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെയിം യൂണിവേഴ്സ്, സെയിം സാമ്പിൾ തന്നെ ഓരോ വർഷം മാറി നമ്മൾ ഡാറ്റ എന്ത് മാറില്ല, സാമ്പിൾ സൈസ് മാറില്ല. ഓരോ കൊല്ലവും ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സർവേ നടത്താണെന്ന് ഇതിനെ വിളിക്കുന്ന പേരാണ് പാനൽ സ്റ്റഡീസ്. ഓക്കെ, അപ്പം 3 നമ്മൾ പഠിച്ചു. അതാണ് ടൈപ്സ് ഓഫ് ലോങ്കിറ്റ്യൂഡൽ സർവേയിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്രെൻഡ് സ്റ്റഡി ആണ്. ഓരോ പീരീഡ് ഓഫ് ടൈമിൽ റെസ്പോണ്ടൻസിൽ ഉണ്ടാവുന്ന ടെൻഡൻസി ചേഞ്ച് സ്റ്റഡി ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് വൺ കൊഹോർട്ട് സ്റ്റഡിയാണ്. നമ്മളൊരു പോപ്പുലേഷനെ സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്നും വെവ്വേറെ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. കുറേ വർഷങ്ങളിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. പാനൽ സ്റ്റഡിയിൽ നമ്മൾ പോപ്പുലേഷനും മാറുന്നില്ല, എന്തും മാറുന്നില്ല, സാമ്പിളും മാറുന്നില്ല. ഓരോ വർഷവും നമ്മൾ സെയിം സാമ്പിളിനെ വെച്ചിട്ട് തന്നെ വീണ്ടും ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാനൽ സ്റ്റഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സർവേ ആണ്. ടൈപ്സ് ഓഫ് സർവേ മെയിനായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ സർവീസും ലോങ്കിറ്റ്യൂഡൽ സർവീസും. അതിൽ ലോങ്കിറ്റ്യൂഡൽ സർവീസിലെ 3 സബ് ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സർവേ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സർവേയുടെ മെത്തേഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ടൈപ്സ് ഓഫ് സർവേ ആയിരുന്നു. ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റിക്കരുതെന്ന്. ടൈപ്സ് ഓഫ് സർവേയും മെത്തേഡ്സ് ഓഫ് സർവേയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. അവിടെ നമ്മൾ പഠിച്ച ക്രോസ് സെക്ഷണൽ സർവേയും അതുപോലെ ലോങ്കിറ്റ്യൂഡൽ സർവേയും അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസും ഒക്കെ ഇതിലെ വരിക ടൈപ്സ് ഓഫ് സർവേയിലാണ് വരിക. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് സർവേ ആണ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് സെൻസസ് മെത്തേഡ്. It involves complete enumeration of all the units of the population or universe. അതായത് നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ മുമ്പൊക്കെ എപ്പോഴും പറയാറുണ്ട്, സാമ്പിളിംഗ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് മാത്രം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്ന്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള എൻറ്റയർ യൂണിറ്റിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കണില്ല, എല്ലാവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ that is called census method. Okay, it involves complete enumeration of all units of the population or universe. നമ്മുടെ പോപ്പുലേഷനിലും യൂണിവേഴ്സിലും വരുന്ന എല്ലാ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ it is called census method. Universe is the aggregate of all units possessing certain specified characteristics on which the researcher seeks to draw inferences. യൂണിവേഴ്സിന്റെ മീനിങ് എന്ന് പറഞ്ഞൊന്നുള്ള നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ടേമാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. It is the aggregate of all units possessing certain specified characteristics. നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സവിശേഷതകളുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ യൂണിറ്റുകളുടെയും ഒരു സം ടോട്ടൽ ആണ്. Specified characteristics on which the researcher seeks to draw inferences. ഇനി അതിന് മുകളിലാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? റിസർച്ചർ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇൻഫറൻസസ് മീൻസ് കൺക്ലൂഷൻസിൽ അറൈവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ യൂണിറ്റുകളുടെ മുകളിലാണ്. ആ യൂണിറ്റുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ യൂണിറ്റ് പൊസസിങ് സെർട്ടൈൻ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ചില പ്രത്യേക സവിശേഷതകളുള്ള അതിന്റെ മുകളിലാണ് ആ റിസർച്ചർക്ക് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. When the universe is small, it is better to adopt a census method for collection of information. നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ അതിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയായാലും സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഏത് രീതിയിലാണ് കിട്ടുക? ഈ രീതിയിൽ സെൻസസ് മെത്തേഡ് കളക്ട് ചെയ്താലാണ് പറ്റുക. കാരണം നമ്മൾ സാമ്പിളിങ്ങിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് പേരിൽ നിന്ന് മാത്രം നമ്മൾ കളക്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ ജനറലൈസേഷൻ നടത്താണ്. ഈ നമ്മൾ കളക്ട് ചെയ്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അതേ റെസ്പോൺസ് തന്നെയായിരിക്കും നമ്മൾ കളക്ട് ചെയ്യാത്ത ആൾക്കാർക്കും എന്നൊരു അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോണത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പിൾ പോപ്പുലേഷൻ്റെ സൈസ് ചെറുതാണെങ്കിൽ ഏതാണ് മെത്തേഡ് നല്ലത്? ഈ സെൻസസ് മെത്തേഡാണ് നല്ലത്. When the universe is small, it is better to adopt census method for collection of information. It enables to yield correct, factual
ആക്ച്വൽ ഡാറ്റ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കറക്റ്റ് ഡാറ്റ നമുക്ക് ഈ രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആരും ഒഴിവാക്കുന്നില്ല, എല്ലാവരുടെ കയ്യിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ജനറലൈസേഷൻ ഒന്നും വരുന്നില്ല, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ മെത്തേഡ് ഓഫ് സർവേ ആയിട്ട് പറയുന്നത്, സെൻസസ് മെത്തേഡ്. നമ്മൾ പോപ്പുലേഷൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ യൂണിറ്റുകളുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുകയാണ് സെൻസസ് മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇപ്പം നമ്മൾ പഠിച്ച ആ സെൻസസ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണുള്ളത് നോക്കാം. The data are collected from each and every item of the population. നമ്മൾ ആ പോപ്പുലേഷനിൽ വരുന്ന എല്ലാ യൂണിറ്റുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. അപ്പം നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ജനറലൈസേഷൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും ഉൾക്കൊള്ളിപ്പിച്ചിട്ടാണ് ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് കിട്ടുന്ന ഡാറ്റ കറക്റ്റ് റെസ്പോൺസ് തന്നെയായിരിക്കും. ദ റിസൾട്ട് ആർ മോർ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതിന് കിട്ടുന്ന ഇൻ്റർപ്രിട്ടേഷനൊക്കെ റിലയബിളും ആയിരിക്കും, ആക്യുറേറ്റും ആയിരിക്കും. ഇൻറ്റൻസീവ് സ്റ്റഡി ഈസ് പോസിബിൾ. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനായിട്ട് പറ്റും. സാമ്പിളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് പേരിൽ മാത്രം കളക്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ ജനറലൈസേഷൻ നടത്താണ് ചെയ്യുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിൽ വരുന്നില്ല. നമുക്ക് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനായിട്ട് പറ്റും. Collected data can be used for various surveys and analysis. നമുക്ക് ഈ കളക്ട് ചെയ്ത ഡാറ്റ നമുക്ക് പല സർവേകൾക്കും അനാലിസിസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവിടെ എന്ത് വരുന്നില്ല, ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കളക്ട് ചെയ്ത ഡാറ്റ വേറെ ഫെർദർ സ്റ്റഡീസിന് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫർദർ സ്റ്റഡീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സെൻസസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ ആക്യുറേറ്റും റിലയബിളും ആയിരിക്കും. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡീമെറിറ്റ്സ് ഓഫ് സെൻസസ് മെത്തേഡ്. ഈ പറഞ്ഞ സെൻസസ് മെത്തേഡിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇറ്റ് റിക്വയേഴ്സ് മോർ ടൈം, എഫേർട്ട് ആൻഡ് മണി. അതെല്ലാവർക്കും പറയുന്ന കാര്യമാണ്. നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, കുറേ സമയം ചിലവാകും, എഫേർട്ട് ഉണ്ടാവും, മണി എക്സ്പെൻസീവ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ് ആർ നീഡഡ് ടു കളക്ട് ഡാറ്റ. അതുപോലെ നമുക്ക് ഒരാളെ വെച്ചിട്ടൊന്നും നമുക്ക് ഈ സർവേ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കുറച്ചധികം ആൾക്കാരെ, 1, 2, 3 പേരെ നമ്മൾ ഇതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. If the universe is infinite, it is not possible to collect census method. Infinite population എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ പോപ്പുലേഷൻ്റെ അടിയിൽ ഇത്ര നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാത്ത പോപ്പുലേഷനെ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൻഫിനിറ്റിൻ്റെ മീനിങ് അറിയാം, നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കറിയില്ല ആ പോപ്പുലേഷൻ്റെ അണ്ടറിൽ എത്ര ആൾക്കാർ വരുമെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. അങ്ങനെ ധാരണയില്ലാത്തൊരു മെത്തേഡ് പോപ്പുലേഷനിൽ നമുക്ക് എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ സെൻസസ് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ അടുത്ത് പഠിക്കാൻ പോകുന്ന സാമ്പിൾ മെത്തേഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. നമുക്ക് കൂടുതൽ ടൈം, എഫേർട്ടും മണിയും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ കുറേ ആൾക്കാരെ എന്യൂമറേറ്റേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ പർപ്പസിന് വേണ്ടി കുറേ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ എത്ര പേരുണ്ട്, നമ്മുടെ പോപ്പുലേഷനിൽ ഇത്ര നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് വരും എന്ന് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഈ സെൻസസ് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് സർവേ ആണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു, സെൻസസ് മെത്തേഡ്. അതിൻ്റെ മീനിങ്ങും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുക. ഓക്കെ, then the second method is sample method. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് സർവേ ആണ് സാമ്പിൾ മെത്തേഡ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാമ്പിളിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അന്നേരം ഒന്നുകൂടി നമുക്ക് നോക്കാം. സാമ്പിൾ മെത്തേഡ്. A sample is a smaller representation of a large unit or value. ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്മോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജ് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു സ്മോൾ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് വി സെലക്ട് ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ സെൻസസ് മെത്തേഡിൽ പഠിച്ച പോലെ എൻറ്റയർ യൂണിറ്റിൻ്റെ സ്റ്റഡി നടത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ.
The selected respondents constitute a sample and the selection process is called sampling and the survey so conducted is called a sample survey. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ ഈ സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന സർവേനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സർവേ. It can be defined as the selection of a part of an aggregate or totality on the basis of which a judgment or inference about the aggregate or totality is made. അപ്പോൾ ഇത് സാമ്പിൾ മെത്തേഡിൻ്റെ ഡെഫിനേഷനാണ്. ഇറ്റ് ഈസ് എ സെലക്ഷൻ ഓഫ് പാർട്ട് ഓഫ് ദി അഗ്രിഗേറ്റ് ഓർ ടോട്ടാലിറ്റി. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു മൊത്തത്തിൻ്റെ ഒരു ഭാഗത്തിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് എ ജഡ്ജ്മെൻറ്റ് ഓർ ഇൻഫറൻസ് അബൌട്ട് ദ അഗ്രിഗേറ്റ് ഓർ ടോട്ടാലിറ്റി ഈസ് മെയ്ഡ്. അതിനെ വെച്ചിട്ട് ഈ ജഡ്ജ്മെൻറ്റ് ഈ സെലക്ട് ചെയ്ത ഈ സാമ്പിളിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ സാമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റും ഇൻഫറൻസും നടത്താണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെലക്ഷൻ ഓഫ് a part of an aggregate or totality on the basis of which a judgment or inference about the aggregate or totality is made. നമ്മൾ ഒരു പോപ്പുലേഷൻ്റെ എൻറ്റയർ സ്റ്റഡി നടത്താണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത ഭാഗത്തിന് നമ്മൾ പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മളൊരു ഇൻഫറൻസ് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് സാമ്പിൾ മെത്തേഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻറ്റയർ യൂണിറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല, പോപ്പുലേഷൻ്റെ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുന്നു. അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് അറൈവ് ചെയ്യുന്നു. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സർവേ മെത്തേഡ്. ഓക്കെ, സാമ്പിൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ്, സർവേയുടെ രണ്ട് മെത്തേഡിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, സെൻസസ് മെത്തേഡും സാമ്പിൾ മെത്തേഡും. ഓക്കെ, അടുത്തത് മെറിറ്റ്സ് ഓഫ് സർവേ ആണ്. മെറിറ്റ്സ് ഓഫ് സാമ്പിൾ നമുക്ക് അധികം പഠിക്കാനില്ല, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഒന്നും നമുക്ക് അധികം ഇല്ലാത്തതാണ്. നമുക്ക് ഈ സർവേ രണ്ടാമത്തെ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡായ സർവേയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ഫസ്റ്റ് വൺ, മെറിറ്റ്സ് ഓഫ് സർവേ. It helps to collect a lot of information from different types of individuals. നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷൻ മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കുറേ ഇൻഫർമേഷൻ, മറ്റേത് എന്താ, നമ്മൾ ഒബ്സർവ് ചെയ്യണോ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റണുള്ളൂ. ഇതിൽ അങ്ങനെയല്ല, ഡിഫറെൻറ്റ് റെസ്പോണ്ടൻസിൽ നിന്ന് നമുക്ക് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ മെറിറ്റ് ആയിട്ട് പറയുന്നത്. Then it facilitated drawing generalization about large population on the basis of the study of a representative sample. നമ്മളിപ്പോൾ പറയണം സാമ്പിൾ സ്റ്റഡിയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു പോപ്പുലേഷനെ നമുക്ക് ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പിൾ സൈസ് കൂടിയാൽ നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുന്നില്ല. നമുക്ക് സ്മോൾ സൈസ് ആണെങ്കിൽ ഒന്നാമത്തെ മെത്തേഡായ സെൻസസ് മെത്തേഡ് യൂസ് ചെയ്യാം. ലാർജ് സൈസ് ആണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡായ സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വലിയൊരു പോപ്പുലേഷനിൽ നിന്നും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്തിട്ട് ഡാറ്റ കളക്ഷൻ നടത്താനായിട്ട് പറ്റും. വേരിയസ് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു സെലക്ട് സാമ്പിൾ. നമുക്കറിയാം സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ട് സാമ്പിളിംഗ് മെത്തേഡ്സ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി മെത്തേഡും നോൺ പ്രോബബിലിറ്റി മെത്തേഡും കുറേ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ യൂസ്ഫുൾ ടു വെരിഫൈ തിയറീസ്. ഈ രീതിയിൽ നമ്മൾ സർവേ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് പല തിയറീസും വെരിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് പല ആൾക്കാരിൽ നിന്നും പല ഇൻഫർമേഷനും കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒരു ജനറലൈസേഷൻ, നമുക്ക് ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു ജനറലൈസേഷൻ അറൈവ് ചെയ്യാനായിട്ട് പറ്റും. സാമ്പിൾ സെലക്ട് ചെയ്യാൻ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ദെൻ ഓൾറെഡി ഉള്ള തിയറീസിനെ വെരിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് ഈ രീതിയിൽ സർവേ വെച്ചിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. ഡിമെറിറ്റ്സ് ഓഫ് സർവേ. The feasibility depends upon the willingness and cooperation of the respondents. ഇപ്പം നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സെൻസസ് ആയാലും സാമ്പിൾ ആയാലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന റെസ്പോണ്ടൻസ് കോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ, സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റഡി സക്സസ് ആവില്ല. ചില ആൾക്കാരുണ്ട് ക്വസ്റ്റ്യനർ കൊടുത്താൽ അവർ ഫില്ല് ചെയ്ത് തരില്ല. അപ്പോൾ എന്താണ് വില്ലിങ്നെസ് ആൻഡ് കോർപ്പറേഷൻ, അത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവർ നമ്മളോട് സഹകരിക്കണം. സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ കൂടാവുന്ന മിസ്റ്റേക്കുകൾ,
അത് സാമ്പിളിംഗ് ആയതുകൊണ്ട് തന്നെ സാമ്പിളിംഗ് എറർ ഉണ്ടാകും. ഇഫ് ദ റെസ്പോൺസ് ഈസ് നോട്ട് ട്രൂ ഇറ്റ് വിൽ ഗീവ് മിസ്ലീഡിംഗ് റിസൾട്ട്. ഇനി അഥവാ റെസ്പോണ്ടൻസ് സഹകരിച്ചു, അവർ റെസ്പോൺസ് തരാം, അവർക്ക് ക്വസ്റ്റ്യനെയറൊക്കെ ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ജെനുവിൻ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ ടിക്ക് മാർക്ക് ഇട്ടിട്ട് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല തന്നതെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് ആവും, അത് ശരിക്കുള്ള ഡാറ്റയാവും എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ അനാലിസിസ് നടത്തിയിട്ട് ഫൈൻഡിങ്സും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നടത്തുക. അപ്പോൾ അവർ തന്ന ഡാറ്റ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ നടത്തുന്ന ഫൈൻഡിങ്സും ഇൻ്റർപ്രിട്ടേഷനും കറക്റ്റ് ആവില്ല, മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ ചാൻസ് ഓഫ് മെഷർമെൻറ്റ് എറർ. അതുപോലെ നമ്മളിത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് മെഷർമെൻറ്റ് നടത്തുമ്പോൾ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദർ ഈസ് എ ലിമിറ്റ് ഇൻ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ ഈ രീതിയിലുള്ള സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചില ഇൻഫർമേഷനും ചില ടൈപ്പ് ഓഫ് ഇൻഫർമേഷനും നമുക്ക് ഈ രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ സ്റ്റഡി റിലേറ്റഡ് ടു ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്. ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്സ് അല്ല, അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ ഇൻഫർമേഷനൊന്നും നമുക്ക് ഈ രീതിയിൽ സർവേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇപ്പോൾ ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെ വളരെയധികം കാശ് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സർവേ മെത്തേഡിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റഡിയിൽ സക്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്പോണ്ടൻസിൻ്റെ കോർപ്പറേഷനാണ്. അവർ സഹകരിക്കും വേണം, അതുപോലെ അവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരും വേണം. അവർ തന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ അനാലിസിസ് നടത്തി അത് വെച്ചിട്ട് ഇൻ്റർപ്രിട്ടേഷനും ഫൈൻഡിങ്സും ഒക്കെ നമ്മൾ നടത്തുന്നത്. അവർ തന്ന ഡാറ്റ തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫൈൻഡിങ്സും തെറ്റാവും, അതിൽ നമുക്ക് യാതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാം, മെഷർമെൻറ്റ് എറേഴ്സ് ഉണ്ടാവാം, അതുപോലെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഇപ്പോൾ പല എക്സ്പെൻസ്, നമുക്ക് പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനും അത് ഡ്രാഫ്റ്റ് ചെയ്യാനും അതിൻ്റെ കോപ്പീസ് എടുക്കാനും അത് കളക്ട് ചെയ്യാൻ പോകാനൊക്കെ നമുക്ക് കുറച്ച് കാശ് ചിലവും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളത്, സർവേനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ദെൻ ടൈപ്സ് സെപ്പറേറ്റ് പഠിക്കുക, മെത്തേഡ്സ് സെപ്പറേറ്റ് പഠിക്കുക, ദെൻ സർവേ മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.